റെസൊല്യൂഷൻ, കോമ്പോസിഷനും റിസൾട്ടൻറ്റിൻ്റെയും പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ പാറ്റേൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് ഓഫ് ഫോഴ്സസ്. അങ്ങനെ മാത്രമേ കാണത്തുള്ളൂ ക്വസ്റ്റ്യനിൽ. എന്നിട്ട് ഇങ്ങനെ ഒരു ഫിഗർ തരും. ഡിഫറെൻറ്റ് ഫോഴ്സസ് ഉണ്ട്. ഒരു പോയിന്റിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സസ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആക്സിസും കാണും. ഇങ്ങനെയായിരിക്കും നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ഓക്കെ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഫോഴ്സുകളെല്ലാം ഈ പോയിന്റിൽ നിന്നും എവയാണോ എന്ന് നോക്കണം. കണ്ടോ, എല്ലാ ഫോഴ്സും എവയാണ്, അതാദ്യം ശ്രദ്ധിക്കണം. പിന്നെ ആംഗിൾ വരുന്നത് ഏത് ആക്സിസുമായിട്ടാണ് മേക്ക് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിലെ എല്ലാ ആംഗിളും ഹൊറിസോണ്ടലുമായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, എല്ലാം ഹൊറിസോണ്ടലുമായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. പോയിന്റ് എല്ലാം എവയാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാ ക്വസ്റ്റ്യനിലും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് ഓരോ ഫോഴ്സിനെയും നമ്മൾ റിസോൾവ് ചെയ്യണം. ഈ ഓരോ ഫോഴ്സിനെയും എക്സിലും വൈയിലേക്കും ആക്കി റിസോൾവ് ചെയ്തിട്ട് വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഫോഴ്സും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിച്ചിട്ട് റിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ ഫിഗറിൽ തന്നെ എല്ലാ ഫോഴ്സും റിസോൾവ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. തെറ്റിക്കരുത്. ഇപ്പോൾ കുറേ ഫോഴ്സ് വരുമ്പം കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തെറ്റിക്കരുത്. ഞാനിപ്പം എല്ലാ ഫോഴ്സും ഒറ്റ ഫിഗറിൽ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമുക്ക് ആദ്യം ഫിഗറിന് ഇച്ചിരി വലുതായിട്ട് വരച്ചു. ഓക്കെ, രണ്ട് ആക്സിസ് ഉണ്ട്, 4 ക്വസ്റ്റ്യൻ തന്നിട്ട് 4 ഫോഴ്സും ഉണ്ട്, ഓരോന്നും മേക്ക് ചെയ്യുന്ന ആംഗിളും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ റിസോൾവ് ചെയ്യാൻ പോവാണ്. ആദ്യം ഈ ഫോഴ്സ് എടുക്കുക. F1 എന്നുള്ള ഫോഴ്സ് 150 ന്യൂട്ടൺ എന്നുള്ള ഫോഴ്സ് എടുത്ത് ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട് ഹൊറിസോണ്ടലുമായിട്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? ഇപ്പോൾ വരുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോസ് ആയിരിക്കും. കോസ് വരുന്ന വെർട്ടിക്കൽ കമ്പോണൻറ്റ് സൈനും ആയിരിക്കും. ഓക്കെ, ആംഗിൾ എത്രയാണ്? 30. ഫോഴ്സ് എത്രയാണ്? 150. ഓക്കെ, അപ്പം ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 150 കോസ് 30യും വെർട്ടിക്കൽ കമ്പോണൻറ്റ് 150 സൈൻ 30 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ ഫോഴ്സ് എടുക്കുക, 200 ന്യൂട്ടൺ. 200 ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? 200 ഹൊറിസോണ്ടൽ മേക്കുന്ന ആംഗിൾ കോസ് ഗിവൺ ആംഗിൾ 30, കോസ് 30, ഹൊറിസോണ്ടൽ കോസ് 30. ഇതിൻ്റെ വെർട്ടിക്കൽ എന്തായിരിക്കും? വെർട്ടിക്കൽ മേക്ക് ചെയ്യുന്നത് 200 സൈൻ 30. മനസ്സിലായല്ലോ. ഇനി അടുത്ത ഈ ഫോഴ്സ് എടുക്കുക, 80 ന്യൂട്ടൺ. 80 ന്യൂട്ടൺ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്നത് 80 എത്രയാണ്? കോസ് ആംഗിൾ എത്രയാണ്? 60. മനസ്സിലായല്ലോ. 80 അപ്പം വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്നത് എത്രയായിരിക്കും? വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്നത് 80, ഫോഴ്സ് 80, ആംഗിൾ സൈൻ ഗിവൺ ആംഗിൾ 60, 80 സൈൻ 60. മനസ്സിലായല്ലോ. ഇനി ഫോർത്ത് ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്നത് 180 എത്രയാണ്? കോസ് ഗിവൺ ആംഗിൾ 45. ഇവിടെ വരുമ്പോഴോ 180 സൈൻ 45. കണ്ടോ, 4 ഫോഴ്സിനെയും റിസോൾവ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, 4 ഫോഴ്സിനെയും റിസോൾവ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇത്രയും ഫോഴ്സസ് ഉണ്ട്. ഇനി നമുക്ക് ഫോഴ്സ് സോൾവ് ചെയ്യാൻ ആദ്യം വേണ്ടത് റിസോൾവിങ് ഫോഴ്സസ് എലോങ് എക്സ് ആക്സിസിലേക്ക് ഫോഴ്സിനെ റിസോൾവ് ചെയ്തിരിക്കുകയാണ് ആദ്യം വേണ്ടത്. ഓക്കെ, അപ്പം സിഗ്മ Fx ആണ് എടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു സിഗ്മ Fxും സിഗ്മ Fy ഉണ്ടെങ്കിലാണ് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കേണ്ടത്. സിഗ്മ Fx എന്ന് പറഞ്ഞാൽ എല്ലാ ഫോഴ്സിൻ്റെയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ ആൾജിബ്രൈക് സമ്മാണ്. അതായത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്തൊക്കെയുണ്ട് ഇവിടെ നോക്ക്. 150 കോസ് 30 ഉണ്ട്, പ്ലസ് അടുത്ത് എന്തുണ്ട്? 180
കോസ് 45. അടുത്ത് നോക്ക്, ഇത് കണ്ടോ പോസിറ്റീവ് ഡയറക്ഷനിലാണ്, എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ കിടക്കുകയാണ് നമ്മൾ ആദ്യം എടുത്തത്. ഇനി ഇപ്പുറത്തോട്ടുള്ള രണ്ടെന്താണ് എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിൽ കിടക്കുന്നതാണ്. അപ്പോൾ അത് രണ്ടും നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ? എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ കിടക്കുന്ന രണ്ടും പോസിറ്റീവായിട്ട് എടുത്തു. ഇനിയും കിടക്കുന്നത് രണ്ടെണ്ണം നെഗറ്റീവ് ഡയറക്ഷനിലാണ്, അത് രണ്ടും നെഗറ്റീവ് ആയിരിക്കും. 80 കോസ് 60യും 200 കോസ് 30യും. മനസ്സിലായല്ലോ? ഇത് സോൾവ് ചെയ്യണം. സോറി, ഇതാണ് 150 കോസ് 30 അല്ലേ? ഇത് റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 43.98 ന്യൂട്ടൺ എന്നാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം, കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ കിട്ടും, തെറ്റിക്കരുത്. ഇനി നമുക്ക് റിസോൾവിങ് ഫോഴ്സസ് അലോങ് y ആക്സിസിൽ റിസോൾവ് ചെയ്യണം. ഓക്കെ, സിഗ്മ Fi വെർട്ടിക്കൽ കമ്പോണൻറ്റിൽ കിടക്കുന്നത്. ആദ്യം നോക്ക്, ഇത് രണ്ടും വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ കിടക്കുന്നതാണ്. അപ്പോൾ അത് രണ്ടും പോസിറ്റീവാണ്. ഇത് രണ്ടും വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ നെഗറ്റീവ് സൈഡിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നെഗറ്റീവ് ആവും. ആദ്യം നമ്മൾ പോസിറ്റീവ് എടുക്കുക. 200 sin 30 പ്ലസ് 150 sin 30 മൈനസ് 80 sin 60 മൈനസ് 180 sin 45. മനസ്സിലായല്ലോ? പോസിറ്റീവ് നെഗറ്റീവ് ആണ് രണ്ടെണ്ണം. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ നെഗറ്റീവാണ്. 21.56 ന്യൂട്ടൺ കിട്ടും. മൈനസ് 21.56 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ സോൾവ് ചെയ്യണം. അപ്പോൾ സിഗ്മ എക്സും സിഗ്മ വൈയും കിട്ടി. ഇനി നമ്മൾ നോക്ക്, ഇതപ്പം റിസൾട്ടൻ്റ് വരയ്ക്കണം. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് റിസൾട്ടൻ്റ് വരയ്ക്കുമ്പോൾ ഇത് ഏത് ക്വാഡ്രന്റിലായിരിക്കും? സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പം എക്സ് പോസിറ്റീവ്, ഓക്കെ. സിഗ്മ എഫ് ഐയോ നെഗറ്റീവ്, വൈ നെഗറ്റീവ്. എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവുമായിട്ടുള്ള ക്വാഡ്രന്റിലാണ് ഇതിൻ്റെ റിസൾട്ടൻ്റ് കിടക്കാൻ പോകുന്നത്. അപ്പം അത് ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? ഫോർത്ത് ക്വാഡ്രന്റ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? റിസൾട്ടൻ്റ് ആർ. റിസൾട്ടൻ്റ് ആർ കിടക്കുന്നത് ഫോർത്ത് ക്വാഡ്രന്റ്. അത് കിട്ടിയത് എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവാണ് നമുക്ക് കിട്ടിയത്, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങോട്ടുള്ളത് സിഗ്മ എഫ് എക്സും ഇങ്ങോട്ടുള്ളത് സിഗ്മ എഫ് ഐ ആണ്. മനസ്സിലായല്ലോ? റിസൾട്ടൻ്റ് ഫോർത്ത് ക്വാഡ്രന്റിലായിട്ട് കിട്ടി. ഈ നീക്കുന്ന ആംഗിൾ തീറ്റ, ഹൊറിസോണ്ടലുമായിട്ട് ടോട്ടൽ നീക്കുന്ന ആംഗിളാണ് തീറ്റ ആർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റിസൾട്ടൻ്റ് ആർ കണ്ടുപിടിക്കണം. റിസൾട്ടൻ്റ് ആർ എങ്ങനെയായിരുന്നു ഇക്വേഷൻ? സ്ക്വയർ റൂട്ട് ഓഫ് എപ്സിലോൺ എഫ് എക്സ് സ്ക്വയർ പ്ലസ് എപ്സിലോൺ എഫ് ഐ സ്ക്വയർ. ഓക്കെ, ഓർമ്മ ഉണ്ടല്ലോ? ഇത് കാണാൻ പഠിക്കണം. ഇനി നമുക്കിപ്പോൾ ആർ ഇസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 43.98 സ്ക്വയർ പ്ലസ് മൈനസ് 21.56 സ്ക്വയർ. ഇത് രണ്ടിലൂടെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 48.98 ന്യൂട്ടൺ കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ സോൾവ് ചെയ്ത് നോക്കണം. 48.98 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ടൻ്റ് ഉണ്ട്. ആറുണ്ട്. എത്രയാണ് ആറ് കിട്ടിയത്? 49.98 ന്യൂട്ടൺ ആറ് കിട്ടി. ഇനി നമ്മൾ ഇൻക്ലിനേഷനാണ്. ഇൻക്ലിനേഷൻ തീറ്റ കണ്ടുപിടിക്കണം. എന്താണ് തീറ്റയുടെ ഇക്വേഷൻ? തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എപ്സിലോൺ എഫ് എക്സ് ഡിവൈഡ് ബൈ എപ്സിലോൺ എഫ് ഐ മോഡ്യൂൾ. ഇതാണല്ലോ തീറ്റയുടെ ഇക്വേഷൻ. therefore തീറ്റ ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ആണ്. ടാൻ ഇൻവേഴ്സ് 21.56 ഡിവൈഡ് ബൈ 43.98. ഇവിടെ എന്താ പോസിറ്റീവ്? സോറി, ഇത് വൈ അല്ലേ, ഇത് എക്സ് ആണ്. തെറ്റിക്കല്ലേ? ഇത് വൈ, ഇത് എക്സ് ആണ്.
ഇത് എന്താണ് പോസിറ്റീവ് വന്നത്? മോഡുലസ് ഉണ്ടായതാണ്. നെഗറ്റീവ് സൈൻ ഇവിടെ എടുക്കത്തില്ല, പോസിറ്റീവ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് തീറ്റയുടെ വാല്യൂ 26.12 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം. 26.12. ഇപ്പം നമുക്ക് റിസൾട്ടൻ്റ് എന്താണ് കിട്ടിയത്? റിസൾട്ടൻ്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണ് കിട്ടിയത്. സിൻസ് ആർ ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്, അപ്പോൾ therefore തീറ്റ ആർ എത്രയായിരുന്നു? ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്ന തീറ്റ ആറ് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ലാസ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്ന തീറ്റ ആറ് 360 മൈനസ് തീറ്റ. ഓക്കെ, ഇവിടെ തീറ്റ ആറ് എന്തായിരിക്കും? 360 മൈനസ് തീറ്റ. ദാറ്റ് ഈസ് 360 മൈനസ് 26.12. ദാറ്റ് ഈസ് 333.8 ഡിഗ്രി. ഇത്രയുള്ള സംഭവം. സിമ്പിൾ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. തന്നിരിക്കുന്നത് വെച്ച് നമ്മൾ ഫോഴ്സിനെ എക്സും വൈയും കമ്പോണൻറ്റിലേക്ക് റിസോൾവ് ചെയ്തു. എന്നിട്ട് സിഗ്മ എഫ് എക്സ് എടുത്തു, സിഗ്മ എഫ് ഐ എടുത്തു, ആർ സ്ക്വയർ റൂട്ട് ഓഫ് എഫ് എക്സ് പ്ലസ് എഫ് ഐ സ്ക്വയർ എടുത്തു. പിന്നെ തീറ്റ കണ്ടുപിടിച്ചു. ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് ഐ ബൈ സിഗ്മ എഫ് എക്സ്. തീറ്റ കിട്ടി. തീറ്റ ആർ 360 മൈനസ് തീറ്റ ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഫോഴ്സസ് 15, 20, 25, 35 and 45 Newton act at an angular point of a regular hexagon towards the other angular points as shown in the figure. Calculate the magnitude and direction of resultant R. ഒരു ഹെക്സഗൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു പോയിന്റിൽ നിന്നും ബാക്കി എല്ലാ ആംഗുലാർ പോയിന്റ്സിലേക്കും ഓരോ ഫോഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. 45, 35, 25, 20, 15 മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടത്, ഈ പോയിന്റിൽ നിന്നും തന്നിരിക്കുന്ന ഫോഴ്സ് എല്ലാം എവേ ആണോ നോക്കണം, അല്ലെങ്കിൽ ടുവേഡ്സ് ആണോ നോക്കണം. ഓക്കെ, എല്ലാ ഫോഴ്സും എവേ ആണ്. പിന്നെന്താണ്, നമുക്ക് ആംഗിൾ ആയിരുന്നു വേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ ആംഗിൾ തന്നിട്ടില്ല. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും അറിയോ? ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഹെക്സഗൺ എടുത്താൽ അതിൻ്റെ ടോട്ടൽ ആംഗിൾ നമ്മൾ 120 ഡിഗ്രിയാണ്. ഓക്കെ, 120 ഡിഗ്രി. അപ്പോൾ ഈ 120യെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് നോക്ക്. അപ്പോൾ ഈ ഒരു ഹെക്സഗണാണ് തന്നിരിക്കുന്നതെങ്കിൽ ടോട്ടൽ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ടോട്ടൽ 120 ഡിഗ്രി. ഇതിന് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 1, 2, 3 and 4 മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആംഗിൾ എത്ര ആയിരിക്കും? 120 ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് 30 ഡിഗ്രി. അപ്പോൾ ഓരോ ആംഗിളും 30 ആയിരിക്കും. ഓക്കെ, ഈ ഓരോ ആംഗിളും 30 ആയിരിക്കും. മനസ്സിലായല്ലോ? ടോട്ടൽ ആംഗിൾ 120 ആണ്. 120 ബൈ 4 ചെയ്യണം. അപ്പോൾ നമുക്ക് 30 കിട്ടും. ഓരോ ആംഗിൾ 30. ഓക്കെ, ഇനി അത് വെച്ച് നമുക്ക് ഫിഗർ ഒന്നുകൂടെ വരയ്ക്കാം. ക്വസ്റ്റ്യൻ തന്നേക്കുന്ന പോലെ ഈ ഹെക്സഗൺ മാറ്റി ഫോഴ്സ് ഡയഗ്രമായിട്ട് വരയ്ക്കാം. ഇതിപ്പോൾ ഹെക്സഗൺ ആയിരുന്നല്ലോ, പിന്നെ ഫോഴ്സ് ഡയഗ്രമാക്കി വരച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്. ഇത്ര 15 ന്യൂട്ടൺ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഫോർത്ത് വൺ ഇങ്ങനെയാണ് നമുക്ക് ഫിഗർ തന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഫിഗറിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? 20 ന്യൂട്ടൺ, ഇത് 25 ന്യൂട്ടൺ, ഇത് 35 and this one is 45. ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി ആംഗിള്, ഓരോ ആംഗിൾ നമുക്ക് കിട്ടി. ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. അപ്പോൾ അടുത്തതോ 60. സംശയമൊന്നുമില്ലല്ലോ. ഇത് 30, ഇത് 60. അപ്പോൾ ഇത് എത്രയായിരിക്കും?
45. ഓക്കെ, ഓക്കെ, ഇത് 90 ആണ്. ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 30 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 60 ആയിരിക്കുമല്ലോ. ടോട്ടൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ കിട്ടും. ഇവിടെ 30, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 60, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 45. ഓ സോറി, 90 ആണ്, തെറ്റിക്കരുത്. 45 ഞാൻ തെറ്റി എഴുതിയാണ്, 90 ആണ്. 30, 60, 90. പിന്നെ ഈ ആംഗിളും 30 ആണ്. അപ്പം ബാക്കി എത്രയായിരിക്കും? 60 ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ, ബാക്കി 60 ആയിരിക്കും. ഇനി ഇതിനെ റിസോൾവ് ചെയ്ത് എഴുതണമല്ലോ, ഓരോന്നിനെയും റിസോൾവ് ചെയ്ത് എഴുതണം. ഓക്കെ, ഇച്ചിരി അതിന് വലുതായിട്ട് വരയ്ക്കാമേ, എന്നാലേ റിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോഴ്സിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലുതായിട്ട് വരച്ചതാണ്. അതിൻ്റെ ആംഗിൾ ഒന്ന് എഴുതാം. ഇത് 30 ഉണ്ട്, ഇത് 60, മറ്റൊരു 90 ആണെന്ന് അറിയാമല്ലോ. ഇവിടുന്ന് അങ്ങോട്ടുള്ളതും 60 ആയിരിക്കും. ഓക്കെ, ഇത്രയും ആംഗിൾ വഴി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇതിൽ നിന്ന് എടുത്ത് എഴുതുകയാണേ. ഇനി റിസോൾവ് ചെയ്തെഴുത്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൽ എത്ര ഉണ്ട്? 15 ന്യൂട്ടൺ ഉണ്ട് ഇങ്ങോട്ട്. ഇനി ഇതിനെ റിസോൾവ് ചെയ്യാൻ പോകുന്നത് 20 വന്നിട്ടുണ്ട്. 20യുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിലുള്ളത് എത്രയായിരിക്കും? 20 കോസ്, അതിൻ്റെ ആംഗിൾ 30 ഡിഗ്രി. സംശയമൊന്നുമില്ലല്ലോ. അതിൻ്റെ വെർട്ടിക്കലിലുള്ളത് 20 സൈൻ 30. ഓക്കെ, 20യുടെ വരച്ചു. ഇനി അടുത്ത ആംഗിൾ ഏതാ? 25ൻ്റെ. 25 ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങോട്ടുള്ളത് 25 ഇൻറ്റു കോസ് ഇൻറ്റു ആംഗിൾ 60. മനസ്സിലായല്ലോ, 3 എണ്ണം ഉണ്ട് ഇവിടെ. ഇനി നമ്മൾ 25ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 25 ഇൻറ്റു സൈൻ ഇൻറ്റു ആംഗിൾ 60. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫോഴ്സ് വെർട്ടിക്കൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഫസ്റ്റ് ഫോഴ്സ് 50 ന്യൂട്ടൺ ഹൊറിസോണ്ടൽ തന്നെ ആയിരുന്നു, അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യേണ്ട. ഇവിടെ വെർട്ടിക്കൽ തന്നെയാണ്, അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യേണ്ട. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ 45 ന്യൂട്ടനാണ്. 45 ന്യൂട്ടനായി റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ വരുന്ന ഫോഴ്സ് 45 ഇൻറ്റു കോസ് ഇൻറ്റു ആംഗിൾ എത്രയാണ്? 60. ഓക്കെ, 45 കോസ് 60. വെർട്ടിക്കലുമായിട്ട് വരുന്നത് 45 സൈൻ 60. റിസോൾവ് ചെയ്ത് മനസ്സിലായല്ലോ. റിസോൾവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഗ്രൂപ്പിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. റിസോൾവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലം മറ്റേതുപോലെ തന്നെ റിസോൾവിങ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? റിസോൾവിങ് ഫോഴ്സസ് along x-axis. സിഗ്മ fx എന്തൊക്കെ വരും? എക്സ് ആക്സിസിൽ ഏതൊക്കെയാണ് ഉള്ളത്? പോസിറ്റീവ് ഡയറക്ഷനിൽ കിടക്കുന്നത് ആദ്യം നോക്കുക. ഇത് മൂന്നും പോസിറ്റീവ് ഡയറക്ഷനിലുണ്ട്. അതായത് 15 ന്യൂട്ടൺ പ്ലസ് 20 കോസ് 30 പ്ലസ് 25 കോസ് 60. മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ ഉള്ളത് ഈ 45, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -45 കോസ് 60. ഈ ഫോഴ്സിൻ്റെ ഇല്ല, കാരണം അത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രം കിടക്കുന്നുണ്ട്. ആ ഫോഴ്സിൻ്റെ റിസോൾവ് ഇല്ല. ബാക്കി മൂന്നിൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ബാക്കി 4ൻ്റെയും ഇത് സോൾവ് ചെയ്യും 22.32 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഇനി സിഗ്മ FI വെർട്ടിക്കൽ കമ്പോണൻറ്റ് നോക്ക്. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അതിൽ കിടക്കുന്ന പോസിറ്റീവ് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ഡയറക്ഷൻ ഒന്നുമില്ല. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിലെല്ലാം എഴുതുക. എന്തൊക്കെയുണ്ട്? 20 സൈൻ 30 ഉണ്ട്,
സോറി കണ്ടില്ലല്ലേ. സിഗ്മ എഫ് ഐ ഇവിടെ നോക്ക് പോസിറ്റീവ് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, അതെല്ലാം എഴുതുക. 20 sin 30 പ്ലസ് 25 sin 60 പ്ലസ് 45 sin 60. ഇത് സോൾവ് ചെയ്യുമ്പോൾ 105.62 ന്യൂട്ടൺ കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ 105.62 ന്യൂട്ടൺ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? റിസൾട്ടൻ്റ് ആർ എന്താ? റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഐ സ്ക്വയർ വീണ്ടും സ്ക്വയർ റൂട്ട് ഓഫ് 22.32 സ്ക്വയർ പ്ലസ് 105.62 സ്ക്വയർ ഈക്വൽ ടു 107.9 ന്യൂട്ടൺ കിട്ടും. 107.9 ന്യൂട്ടൺ കിട്ടും ഇത് സോൾവ് ചെയ്യുമ്പോൾ റിസൾട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് കിട്ടി ആർ കിട്ടി 107.95 ന്യൂട്ടൺ. ഓക്കെ, ഇനിയും ഇതിൻ്റെ ക്വാഡ്രൻ്റ് ഏതാണെന്ന് നോക്കുക. ക്വാഡ്രൻ്റ് 4 തവണ വരച്ചു. സിഗ്മ എഫ് എക്സ് നോക്കുക. സിഗ്മ എഫ് എക്സ് പോസിറ്റീവാണ്, സിഗ്മ എഫ് ഐ പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും പോസിറ്റീവായിട്ടുള്ള ക്വാഡ്രൻ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ഇവിടെ ആർ ഉള്ളത്. ആർ രണ്ടും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് പോസിറ്റീവ് ഉള്ളതുണ്ട്. ഇപ്പോൾ സിഗ്മ എഫ് ഐ സിഗ്മ എഫ് എക്സ് ഇതാണ് റിസൾട്ടൻ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, തീറ്റ തന്നെയാണ് ഫസ്റ്റ് ആംഗിളിൽ. അപ്പോൾ നമുക്ക് ഇൻക്ലിനേഷൻ തീറ്റ കണ്ടുപിടിക്കും. ഇൻക്ലിനേഷൻ തീറ്റ ഈസ് ഈക്വൽ ടു tan inverse modulus of sigma fi divided by modulus of sigma fx. Correct അല്ലേ? That is tan inverse modulus of sigma fi 105.62 divided by 22.42. That is equal to 78.07 meter. Okay, ഇവിടെ നോക്ക്. സിൻസ് റിസൾട്ടൻറ്റ് ഏത് ക്വാഡ്രൻറ്റിലാണ്? ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. റിസൾട്ടൻറ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് തീറ്റ ആർ എന്ന് പറയുന്നത് തീറ്റ തന്നെ ആയിരിക്കും. 78.07. ഇത്രേ ഉള്ളൂ പ്രോബ്ലം. മനസ്സിലായല്ലോ? ഈ റിസോൾവ് ചെയ്യുന്ന കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. റിസോൾവ് ചെയ്ത് ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുക, എഫ് ഐ കണ്ടുപിടിക്കുക, റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക, തീറ്റ കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, പിന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാമേ. ശരി.